കിം പരീക്ഷാ ഫലത്തിൽ കേരള സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ്. കേരളം ഹർജി നൽകുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി ആരാഞ്ഞു. പ്രോസ്പെക്ടസ് തിരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹർജിക്കാർ പറഞ്ഞു. ഹർജികൾ സുപ്രീം കോടതി നാളത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ കിം പരീക്ഷാ ഫലം സർക്കാർ സിലബസിൽ പഠിച്ച കുട്ടികൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് സുപ്രീം കോടതി പറഞ്ഞത്? കൃഷ്ണരാജ്, വളരെ ഹ്രസ്വമായൊരു വാദമാണ് ഇന്ന് കോടതിയിൽ ഈ കീം സംബന്ധിച്ചുണ്ടായത്. അതായത് കേരള സിലബസുകാർ നൽകിയ ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഈ ഹർജിയിലൂടെ കേരള സിലബസുകാർ ചൂണ്ടിക്കാണിച്ചത് അവരുടെ അവസരം, അതായത് പുതിയ രീതി അവരോധിച്ചതിലൂടെ അവരുടെ അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനമായും അവർ നൽകിയിരുന്ന ഹർജിയിലെ പ്രധാന വാദം. എന്നാൽ ഇതിന് തടസ്സ ഹർജി CBSE സിലബസുകാർ നൽകിയിട്ടുണ്ട്. തങ്ങളുടെ വാദം കൂടി കേൾക്കാതെ ഇതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമെടുക്കരുത് എന്നായിരുന്നു തടസ്സ ഹർജി നൽകിയതിലൂടെ CBSEക്കാർ മുന്നോട്ട് വെച്ചത്. അതേസമയം കോടതി ഇന്നിപ്പോൾ ഈ ഒരു കേസ് നാളത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. അതായത് സർക്കാരിന്റെ ഭാഗം കൂടി അറിയുവാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് നാളത്തേക്ക് മാറ്റിവെച്ചത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ആരും തന്നെ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി ആ കോടതി സമുച്ചയത്തിലുണ്ടായിരുന്നു. ഈ വിഷയം പരിഗണിച്ചപ്പോൾ പിന്നീട് CK ശശിയെ കോടതി വിളിച്ചു വരുത്തി സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ആരാഞ്ഞു. സംസ്ഥാന സർക്കാർ, അതായത് ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ പോകുന്നുണ്ടോ എന്നുള്ള കാര്യവും കോടതി ആരാഞ്ഞിട്ടുണ്ട്. അതേസമയം വളരെ പ്രസക്തമായൊരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതായത് 1 മണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്തിയത് എന്നുള്ള CBSE വിദ്യാർത്ഥികളുടെ അവരുടെ നിലപാട്, ആ നിലപാടിനെ കുറിച്ച് കോടതി കൃത്യമായിട്ട് ആരാഞ്ഞിട്ടുണ്ട്. എന്താണ് ഇത്ര തിടുക്കപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് മാറ്റം വരുത്തിയത് എന്നുള്ളതാണ് കോടതി പ്രധാനമായും ചോദിച്ചത്. നോർമലൈസേഷൻ CBI വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കേരള വിദ്യാർത്ഥികൾ ആരോപിച്ചിട്ടുണ്ട്. പ്രോസ്പെക്ടസ് പ്രഖ്യാപിച്ചാൽ അത് പാലിക്കേണ്ടേ എന്ന് കോടതി പ്രധാനമായും ആരാഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താമെന്നുള്ളതാണ് ഈ ഹർജിക്കാർ, അതായത് കേരള സിലബസ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരമാണ് അത്തരത്തിൽ മാറ്റം വരുത്തിയതെന്നുമാണ് ഈ ഹർജിക്കാർ വ്യക്തമാക്കിയത്. ഏതായാലും നയത്തിൽ മാറ്റമുണ്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ഇടപെടാൻ കഴിയൂ എന്നുള്ളതാണ് ഈ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ പ്രധാനമായും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കേസ് നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റിയത് തന്നെ ഈ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ആരായാൻ വേണ്ടിയാണ്. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ ഒരു വിഷയത്തിൽ കക്ഷി ചേരുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമായി നിൽക്കുന്നത്. നാളത്തേക്ക് ഈ കേസ് പരിഗണിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളതും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കടന്നു കയറി ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സമീപ ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള ഒരു ശാശ്വത പരിഹാരം തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഏതായാലും നിയമവിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ കോടതി സ്റ്റേ അടക്കമുള്ള നടപടികളിലേക്കൊന്നും കടക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട അഡ്മിഷൻ പ്രൊസീജിയർ ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടാൽ അത് കുട്ടികളുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ ഒരു പക്ഷേ കോടതിയുടെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ജസ്റ്റിസ് നരസിംഹ അടങ്ങിയ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. കിം പരീക്ഷാ ഫലത്തിൽ കേരള സർക്കാരിന് സുപ്രീം കോടതിയുടെ നോട്ടീസ്. സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്നാണ് കോടതി ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.